തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിൽ അഫാൻ ആക്രമിച്ചവരിൽ ജീവിച്ചിരിക്കുന്നത് അമ്മ ഷെമീന മാത്രമാണ്. എന്നാൽ ആ അമ്മയ്ക്ക് മകനെ എവിടെയൊക്കെയോ നിയന്ത്രിക്കാനാകാതെ പോയത് പല സാഹചര്യങ്ങളിലും വ്യക്തമാണ്. അഫാൻ എന്ന മകൻ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രമുള്ള മാനസിക നിലയിൽ എത്തിയതിന് അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. എങ്കിൽ പോലും ആ അമ്മ പറയുന്നത് മകനെ സംരക്ഷിക്കാനുള്ള വാക്കുകളായിരുന്നു. അമ്മ ആദ്യം പോലീസിന് നൽകിയ മൊഴി തനിക്ക് മുറിവ് സംഭവിച്ചത് കട്ടിലിൽ നിന്ന് വീണതിനാലായിരുന്നു എന്നാണ്. സ്വന്തം മകൻ കൊലപാതകയാകുമ്പോൾ അമ്മയ്ക്ക് തീർച്ചയായും മകനെതിരെ സംസാരിക്കാനാവില്ല. അമ്മമാർ മക്കളെ ഒരിക്കലും താഴ്ത്തി സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ആവാം ഈ കേസിൽ നിന്ന് അമ്മയിൽ നിന്നും കൂടുതൽ ഒരു തെളിവും കിട്ടില്ലെന്ന് അനുമാനിക്കുന്നത്. അഫാന്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ മാല വിൽക്കുകയും ആ കുട്ടി മുക്കുപണ്ടമണിഞ്ഞ് നടക്കുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. എന്തായിരുന്നു അഫാന്റെ പൈസയോടുള്ള ആവശ്യമെന്നത് കണ്ടുപിടിക്കേണ്ടതാണ്. ഈ കേസിന്റെ ദുരൂഹതകൾ വെളിപ്പെടാൻ വളരെ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്.